ഭാരതത്തിൽ 12 ജ്യോതിർലിംഗങ്ങളായി വിരാജിക്കുന്ന സാർവലൗകിക ചൈതന്യമാണ് ശിവസങ്കല്പം. സൗരാഷ്ട്രത്തിലെ സോമനാഥമാണ് ഒന്നാമത്തെ ജ്യോതിർലിംഗം. പാപമോചനമാണ് ഇവിടുത്തെ ദർശനഫലം. രണ്ടാമത്തെ ജ്യോതിർലിംഗം ശ്രീശൈലത്തിലെ മല്ലികാർജുന ലിംഗമാണ്. അഭീഷ്ടസിദ്ധിപ്രധാനമാണ് ഈ സ്ഥലം. ഉജ്ജയിനിയിലാണ് മൂന്നാമത്തെ ജ്യോതിർലിംഗമായ മഹാകാലൻ. ഭക്തരക്ഷയാണ് ഇവിടുത്തെ അനുഗ്രഹം. നാലാമത്തെ ജ്യോതിർലിംഗമായ ഓംകാരേശ്വരൻ വിന്ധ്യാപർവ്വതത്തിൽ കുടികൊള്ളുന്നു. ആഗ്രഹനിവൃത്തിയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. അഞ്ചാമത്തെ ജ്യോതിർലിംഗമായ കേദരേശ്വരൻ ഇഷ്ടവരങ്ങൾ നൽകി കേദാരത്ത് വസിക്കുന്നു. ഡാകിനിയിലെ ഭീമാശങ്കരനാണ് ആറാമത്തെ ജ്യോതിർലിംഗമായി അനുഗ്രഹം നൽകുന്നത്. ഏഴാമത്തെ വിശ്വേശ്വര ജ്യോതിർലിംഗം പാപമോചകനായി കാശിയിൽ വാഴുന്നു. ഗൗതമി തീരത്തുള്ള ത്രയംബകം എട്ടാമത്തെ ജ്യോതിർലിംഗമായി മുക്തി നൽകുന്നു. ഒൻപതാമത്തെ ജ്യോതിർലിംഗമായ വൈദ്യനാഥേശ്വരൻ ചിതാഭൂമിയിൽ ലൗകിക സുഖം പ്രദാനം ചെയ്തുകൊണ്ട് വസിക്കുന്നു. ദാരുകവനത്തിലെ നാഗേശ്വരനാണ് പത്താമത്തെ ജ്യോതിർലിംഗം. പാപമോചനത്തിനായി ഇവിടെ പ്രാർത്ഥിക്കാം. രാമേശ്വരത്തുള്ള 11ാമത്തെ ജ്യോതിർലിംഗം ജ്ഞാനം നൽകുന്നു. 12ാമത്തെ ജ്യോതിർലിംഗമായ ഗുസ്മേശ്വരൻ ദേവതാശൈലത്തിൽ വാണരുളി ദുഃഖമകറ്റുന്നു. ഭാരതത്തിലെമ്പാടും കാണപ്പെടുന്ന ജ്യോതിർലിംഗങ്ങൾ പോലെ ആരാധ്യമാണ് കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത 108 ശിവാലയങ്ങൾ. അതിനാൽ ഭാരതീയ സംസ്കാരത്തിന്റെ മൗലിക സത്തായ ശിവസങ്കല്പം കേരളത്തിലെമ്പാടും വ്യാപരിച്ചു നിൽക്കുന്നതായും നമുക്ക് കാണാം. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാത്സേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. പഴമയുടെ പെരുമയ്ക്ക് പേരുകേട്ട പാഴൂർ ഗ്രാമത്തിന് പറഞ്ഞു പതിഞ്ഞ കഥകൾ പലതുണ്ട് പറയാൻ. ഇത് പണ്ട് പരശുരാമൻ പകുത്തുവെച്ച 64 ഗ്രാമങ്ങളിലൊന്ന്. വേദപണ്ഡിതരാൽ പ്രഖ്യാതമായ വേദനാട്ടുകരയുടെ പ്രാചീന സുഹൃത്തുക്കളിൽ ഒരു തിലകച്ചാർത്താണ് ഈ പാഴൂർക്കര. പാഴൂരിനെ പറ്റി പറഞ്ഞു കേൾക്കാത്തവർ ചുരുങ്ങും. മേഴത്തോൾ അഗ്നിഹോത്രിയുടെ പരമ്പരയിൽ പിറന്ന് 99 യാഗങ്ങൾ നടത്തി ഇന്ദ്രപദത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുന്ന അഷ്ടഗൃഹത്തിൽ ആദ്യ ബ്രാഹ്മണരുടെ തെക്കേ തലക്കിലെ കുടുംബങ്ങളിലൊന്ന് ഇവിടെയാണ്. അദ്വൈതാചാര്യനായ ആദിശങ്കരന്റെ ജന്മനാടും ഇത് തന്നെ. സർവവിദ്യാവിശാരദനും മഹാജ്യോത്സനുമായ തലക്കുളത്ത് ഭട്ടതിരി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിലൂടെ തന്റെ കുറുമുഴക്കോലുമായി കുസൃതികൾ കോറിയിട്ട് പെരുന്തച്ചൻ കടന്നുപോയതായി കഥകളുണ്ട്. ഭാവി ഫലപ്രവചനത്തിന്റെ പടിപ്പുരക്കാവൽക്കാരായ പാഴൂർ കണിയാരെ കാണാൻ നാം ഇവിടെ എത്തണം. പൂർവവാഹിനിയായ പാഴൂർ പുഴ ഗംഗയെപ്പോലെ ശിവപാദത്തിലെത്തി നമസ്കാരപൂർവം പ്രദക്ഷിണം ചെയ്ത് മടങ്ങുന്ന ഇവിടെ സർവം സാക്ഷിയായി സാക്ഷാൽ ശിവരൂപമായ തൃപ്പാഴൂരപ്പനുമുണ്ട്. ഇത് ശിവശിഷ്യപ്രധാനിയായ ശ്രീപരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത 108 ശിവാലയങ്ങളിലൊന്ന്. പാഴൂർ പെരുന്ത്രിക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം.
ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് പാഴൂർ പെരിന്തൃക്കോവിലപ്പന്റെ തിരുനടയിൽ സമർപ്പിക്കുന്നു. ശ്രീ പരമേശ്വരന്റെ 16 കലകളും ഒന്നിക്കുന്ന മൂർത്തിഭാവം ക്ഷേത്രബിംബത്തെ ചൈതന്യവൽക്കരിക്കുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സുമടങ്ങുന്ന 16 കലകളിലൂടെ മൂർത്തിരൂപം കൈക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രദേവനെ ഏതുപാസനകളിലൂടെയും പ്രാപിക്കാം. ദക്ഷയാഗത്തിൽ സതീദേവിയെ വേറിട്ട ശിവദേവൻ വീണ്ടും ദേവീ സമാഗമത്തിനായി ധ്യാനനിമഗ്നനായിരിക്കുന്ന അവസ്ഥയാണ് പ്രതിഷ്ഠാസങ്കല്പം. പായലും ആറ്റുമണലും പ്രത്യേകമായി സമ്മിശ്രണം ചെയ്ത് നിർമ്മിച്ചതാണ് ശ്രീ മഹാദേവന്റെ മൂലവിഗ്രഹം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കരിങ്കല്ലാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ കരിങ്കല്ലല്ല, മണലുകൊണ്ട് ഉള്ളതാണ്. കൊലയരികിലെ മണല് കൂട്ടി അങ്ങനെ ആണെന്നാണ്, കണ്ടാൽ കല്ലാണെന്നാണ് തോന്നുക. അതിന് ഈ കരിക്ക് ഈ മാതിരിയുള്ളത് അഭിഷേകം ചെയ്താൽ അത് നമ്മളൊരു പാത്രത്തിൽ വെച്ചാൽ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ മണൽത്തരി ഊറിക്കിടക്കുന്നതായിട്ട് ഇപ്പോഴും കാണും. അപ്പോൾ ഇത് സാധാരണ ഇവിടെ നെയ്യ് മുതലായത് അഭിഷേകം പതിവുണ്ട്. ആ അഭിഷേകം ഉണ്ടെങ്കിലും ഇഞ്ച മുതലായതുകൊണ്ട് തേക്കില്ല, വെറുതെ കൈകൊണ്ട് തേക്ക് മാത്രമേ ഉള്ളൂ. പണ്ടൊരിക്കൽ ഒരു മേശാന്തി നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് ഇഞ്ചുകൊണ്ട് തേച്ചു എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ശിരോഭാഗം സ്വല്പം അടർന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എപ്പോഴും അടർച്ച ഇപ്പോഴും കാണാം. അന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രഹം അഗ്നിക്ക് ഇരയായി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടായത് ഏത് കാലഘട്ടമാണെന്ന് അതിപ്പോൾ ഏറെക്കുറെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും വന്ന കാലത്ത് ഈ ക്ഷേത്രവും ഉണ്ടായെന്ന് മാത്രമേ അതിനെപ്പറ്റി നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. ഈ പുതുക്കി പണിത കാലഘട്ടം ഉണ്ട്. അത് ഏകദേശം 1500 ആ കാലഘട്ടങ്ങളാവാമെന്നാണ് വിചാരിക്കുന്നത്. തലക്കുളത്തൂർ ഭട്ടതിരിയുടെ കാലശേഷമാണ് പുതുക്കി പണിതിരിക്കുന്നത്. അന്ന് തലക്കുളത്തൂർ ഭട്ടതിരിയാണ് പടിപ്പരയുടെ ആവിർഭാവത്തിന് കാരണം. പടിപ്പര ഉണ്ടായതിന് ശേഷമാണ് പുതുക്കിപ്പണിയൽ നടന്നിരിക്കുന്നത്. എവിടുന്നോ ഏതൊരു നമ്പൂതിരി ഇവിടെ കണിയാരെ പ്രശ്നത്തിന് വന്നുവെന്നും അപ്പോൾ അന്ന് വേണ്ട പിറ്റേ ദിവസം വരാനായിട്ട് നമ്പൂതിരിയോട് പറഞ്ഞു എന്ന്. അങ്ങനെ നമ്പൂതിരി ഇവിടെ വന്ന് അപ്പോഴാണ് ഈ പുലയരികിലെ ഒരു ജീർണിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രം കാണുക. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ വിഗ്രഹം വളരെ ശ്രേഷ്ഠമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. അപ്പോൾ ഇതൊന്ന് മാറ്റി പണിയണം എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. പിറ്റേ ദിവസം ഇദ്ദേഹം ജ്യോത്സ്യരുടെ അടുത്ത് വന്നപ്പോൾ ജ്യോത്സ്യർ അത്ഭുതപ്പെട്ടു പോയി. കാരണം ജ്യോത്സ്യരുടെ കണക്കനുസരിച്ച് അദ്ദേഹം തലേ ദിവസം മരിക്കേണ്ടതാണ്. അപ്പോൾ ചോദിച്ചു എന്നാണ്, എന്താണ് അവിടുന്ന് പ്രത്യേകം വളരെ വിശിഷ്ടമായിട്ടുള്ള എന്തോ ഒരു കർമ്മം ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രം പുനരുദ്ധരിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ ഉള്ള ആഗ്രഹം അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ ഈ വൈക്കത്തെ ക്ഷേത്രത്തിൻ്റെ മാതൃക എടുത്തുകൊണ്ടാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഇത് ഏകദേശം 1500 1700 ആ കാലഘട്ടം ആവണം. അതായത് ചെമ്പകശ്ശേരി രാജാവിൻ്റെയൊക്കെ പ്രതാപമായിരിക്കുന്ന കാലത്താണ് ഇത് നടന്നിരിക്കുന്നത്.